സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയ സമയത്ത് രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുകയാണ്. കാട്ടിൻ്റെ പല ഭാഗത്തും അന്വേഷിച്ച് നടന്ന് ക്ഷീണിച്ച് കുറച്ചു നേരം വിശ്രമിക്കാനായി അവിടെ കണ്ട ഒരു മരത്തിൻ്റെ പേരിൽ രാമനും തൊട്ടടുത്തുള്ള ഒരു പാറയിൽ ലക്ഷ്മണനും ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മണന്റെ ഭാവവും മട്ടുമൊക്കെ മാറി. ലക്ഷ്മണൻ തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇങ്ങനെ ഉണ്ടാവൂ അമ്മമാർ? ഇതൊരമ്മയാണോ? ദുഷ്ട, പിശാച്, ദ്രോഹി, അമ്മമാരെ മുഴുവൻ അവമാനിക്കാൻ പിറന്ന സ്ത്രീ. ഇങ്ങനെ വായിൽ തോന്നിയത് മുഴുവനും വിളിച്ചു പറഞ്ഞ് അമ്മയെ ശകാരിച്ചു കൊണ്ടേയിരുന്നു. രാമനിത് കേട്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് രാമൻ പറഞ്ഞു, ലക്ഷ്മണ, അവിടെ നിന്ന് എഴുന്നേറ്റ് ഇതാ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഏട്ടൻ എന്തു പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളത് ലക്ഷ്മണൻ്റെ ഒരു വ്രതമാണ്. ലക്ഷ്മണൻ്റെ ശീലം അതാണ്. സഹോദരന്മാരെ അനുസരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എങ്ങനെയെന്ന് ലക്ഷ്മണനെ കണ്ടു പഠിക്കണം. രാമൻ പറഞ്ഞത് കേട്ട് ലക്ഷ്മണൻ ഉടനെ തന്നെ എഴുന്നേറ്റ് രാമൻ്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് ലക്ഷ്മണൻ രാമനോട് പറയുക, ജ്യേഷ്ഠ, ഞാൻ എന്തൊരു പാപിയാണ്. വെറുതെ ഞാൻ അമ്മയെ വേണ്ടാത്ത ചീത്ത വാക്കുകൾ പറയേണ്ടി വന്നു. എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്, ഓർക്കാൻ പോലും വയ്യ. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, അത് നിന്റെ കുറ്റം കൊണ്ടല്ല. നീ ഇരുന്ന ആ പാറ ശൂർപ്പണേക ഇരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നിയത്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ചീത്ത ആളുകൾ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ ആ സ്വഭാവം നമുക്കും ഉണ്ടാവും. എപ്പോഴും വേണ്ടത് നല്ല കൂട്ടുകെട്ടായിരിക്കണം. സ്കൂളിൽ നല്ലതുപോലെ പഠിക്കുന്നവരോട് ചേരണം. ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നവയും ആദരിക്കുകയും ചെയ്യുക. സ്നേഹമുള്ള കുട്ടികളുമായിട്ടായിരിക്കണം നമ്മുടെ കൂട്ട്. അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ അവരിലെ നന്മ നമ്മളിലേക്ക് ഒഴുകിയെത്തും. മോശമായവരുമായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ടെങ്കിൽ നാം ചീത്തയാകാൻ എളുപ്പമാണ്. ഒരു ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്ന് കരുതുക. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ എല്ലാവരോടും പണം ചോദിച്ചു വാങ്ങുന്ന അദ്ദേഹത്തിനൊരു സ്വഭാവമാണ്. അദ്ദേഹം സ്ഥലം മാറിപ്പോയി. പിന്നീട് ആ കസേരയിൽ ഇരിക്കാൻ വന്നത് വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. പക്ഷെ ആ കസേരയുടെ നെഗറ്റീവ് എനർജി അയാൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഇതാണ് ദുഷ്ടന്മാർ ഇരിക്കുന്നിടത്ത് ഞാൻ ചെന്നിരിക്കരുത് എന്ന് പറയുന്നത്. ഒരാൽത്തറയിൽ എന്നും വൈകുന്നേരം കുറച്ച് വയസ്സന്മാർ വന്നിരുന്ന് സൊറ പറഞ്ഞ് ചീട്ടുകളിക്കും. അവർ കളിച്ച് ഒടുവിൽ അത് വഴക്കാവും. വഴക്ക് കൂടി അടിപിടിയായി എന്നിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് നിത്യസംഭവമാണ്. ആ അൽത്തറയിൽ ഒരു ദിവസം ഒരു ദമ്പതിമാർ വന്നിരുന്നു. കുറച്ച് കാറ്റുകൊള്ളാനായിട്ട് വന്നതാണ്. താമസിയാതെ തന്നെ രണ്ടുപേരും വഴക്കായി. അവരാണെങ്കിലോ ഇന്നേ വരെ അങ്ങനെ ഒരു വഴക്ക് കൂടിയിട്ടുമില്ല. കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവരുടെ വണ്ടിയിൽ കയറിയിരുന്നു.
രണ്ടുപേർക്കും വഴക്കിട്ടതിനെക്കുറിച്ച് പശ്ചാത്താപം. എന്തിനായിരുന്നു ഇപ്പോൾ വഴക്കിട്ടത് നന്നായി? കാരണം വ്യക്തമാണല്ലോ. ദുഷ്ടന്മാരുടെ സംസർഗം നമുക്ക് പറ്റില്ല. അത്തരം ആളുകളെ വീട്ടിലേക്ക് പോലും കയറ്റാൻ പാടില്ലാത്തതാണ്. എത്രയോ സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് പലരും വരും, ക്രിമിനൽ സ്വഭാവമുള്ളവർ വരും. അത്തരം ആളുകളുമായിട്ട് നാം കൂട്ടുകൂടാതിരിക്കുക. അങ്ങനെയല്ല വേണ്ടത് എന്ന് വെറുതെ ഒന്നാലോചിക്കുക.